എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ പീരയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പൊടിയായിട്ടുള്ള മീൻ ഏതാണെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വളരെ നല്ലതാണ്. മുളക് പൊടി ഒന്നും തന്നെ ചേർക്കാതെ നല്ല രുചികരമായിട്ടുള്ളൊരു മീൻ പീരയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മീൻ പീരയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയ മീനാണ്. വേളൂരി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ മീൻ പീരയിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടിട്ടാണ് പറ്റിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, മുളക് പൊടിയല്ല നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനി ഒരു ഇടികല്ലിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇടികല്ലിന് പകരം നിങ്ങൾക്ക് മിക്സിയുടെ ജാർ എടുക്കാം, പക്ഷേ ഇടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മീഡിയം പീസ് ഇഞ്ചി കഷ്ണം തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ചതച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കുന്നുണ്ട്. സവാള നിങ്ങൾക്ക് അരിഞ്ഞും എടുക്കാം, ചതച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ഇതിലേക്ക് നമ്മളൊരു കാൽമുറി മുതൽ അരമുറി തേങ്ങ വരെ ചെറുകിയതെടുക്കാം. നമ്മൾ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ അളവിൽ തേങ്ങ എടുക്കുന്നത്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഈ തേങ്ങയും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് ചതയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ബാക്കിയുള്ള പൊടി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയാണ് ഇനി എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ മീൻ പീരയ്ക്ക് നല്ലൊരു രുചി വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടി, വറുത്ത ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടത്തിൽ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത തേങ്ങയുടെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളിതിന് മുൻപ് ചുവന്ന കളറുള്ള മീൻ പീരയുടെ റെസിപ്പി ചെറിയ മത്തി വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പറ്റിച്ച് എടുക്കണം. മീൻ പറ്റിച്ചതെന്നാണ് നമ്മുടെ സൈഡിലേക്കൊക്കെ പറയുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ എരിവ് വേണം. ഇത് എരിവ് അധികമില്ലാത്ത പച്ചമുളകാണ്. ഇനി വളരെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് പോലും വേണ്ട, നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളം വളരെ കുറച്ച് മതി. കാരണം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഇനിയൊന്ന് പറ്റിച്ച് എടുക്കും. അപ്പോൾ തീ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചട്ടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരുപാട് കൂട്ടിയും ഒരുപാട് കുറച്ചും അല്ല വെക്കേണ്ടത്. ഇത് അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ട് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പൊടിമീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വളരെ കുറച്ച് സമയം മതി. അതുപോലെ ചൂട, വേളൂരി, അതുപോലെ തന്നെ അറിഞ്ഞിൽ, അങ്ങനെയുള്ള മീനൊക്കെ ഇങ്ങനെ വറ്റിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മീനിൽ നിന്നും കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു തടിത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാവുള്ളൂ. അപ്പോൾ മീനിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് കുറച്ചിരിക്കുമ്പോഴത്തേക്ക് നല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെയും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഏറ്റവും അവസാനം കുറച്ച് വെളിച്ചെണ്ണ, അതായത് പച്ച വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂണോളം ഇതിന് മുകളിലായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പറ്റിച്ചതാണ്. അപ്പോൾ ചുവന്ന കളറിൽ ഉള്ള മീൻ പറ്റിച്ചതിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആ ഇഞ്ചിയുടെ ടേസ്റ്റും ആ മാങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടി വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിൾ റെസിപ്പീസിൽ കൂട്ടാൻ പറ്റുന്ന ഒരു നാടനായിട്ടുള്ള മീൻ പീരയുടെ റെസിപ്പിയാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പോൾ കൂടുതൽ റെസിപ്പീസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്